ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നാക്കിയിട്ട് നമുക്ക് നന്നായി മുറിച്ചെടുത്തിട്ട് മുളകിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മത്തി മുളകിട്ട് നല്ല ടേസ്റ്റാണ്. കപ്പ, മത്തി മുളകിട്ട്, കുപ്പ് എല്ലാത്തിലും ഇട്ട് എടുക്കാൻ പറ്റും. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉള്ളിലും കടുകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞു. സവാള ഒന്ന് ചെറുതായി മുട്ടിയിട്ട് ഉള്ളിയൊക്കെ മുട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. പിന്നെ തക്കാളി, പച്ചമുളക്, തക്കാളി നന്നായി മുട്ടി വന്ന് ഇഞ്ചി, വെളുത്തുള്ളി. ഈ തക്കാളി ഇതിൽ വരുന്നത് വേറെ എന്നിട്ട് കറി മസാലയൊക്കെ കൊടുക്കാം. തക്കാളിയൊക്കെ വേണ്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മാങ്ങ കൊടുക്കാം. ഇത് പുളിവെള്ളം, രണ്ട് ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞളുടെ പൊടി. ഇത് കാശ്മീരി മുളകാണ്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇതൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ നന്നായി വേവട്ടെ. എന്നിട്ട് നമുക്ക് മീൻ കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വേവണം. ഇതെല്ലാം വെന്തതിന് ശേഷം മീനിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീനൊക്കെ കരിഞ്ഞു പോകും. മൂടിക്കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മത്തിയിട്ട് കൊടുക്കാം. ഇതുപോലെ മത്തിക്കറി ഉണ്ടാക്കിയിട്ട് പുളിയൊക്കെ കണക്കാക്കി ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളിയൊക്കെ കണക്കാക്കി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് വെക്കണം. മത്തി വെന്തിട്ടുണ്ടേ. മൂടി കൊടുക്കാം. വരട്ടെ. ഇപ്പം നമ്മൾ കറി തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു കറി ഉണ്ടാക്കി വയ്ക്കുക, മീൻ കറി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.